എന്നോട് എന്തിനാ മാം കള്ളം പറഞ്ഞത്? ഗാഥ ഹോസ്പിറ്റലാണെന്ന് എന്താ പറയാതിരുന്നത്? അത് മോളെ ഈ കണ്ടീഷനിൽ കണ്ടാല് നവീന് വിഷമാവും തോന്നി, അതുകൊണ്ടാ പറയായിരുന്നേ. പിന്നെ മറച്ചു വെക്കലുകൾ ഞാനല്ലല്ലോ തുടങ്ങിയത്. കളരിക്കൽ കുടുംബക്കാർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നില്ലേ? എന്ത് മറച്ചു വെച്ചു? നിങ്ങളുടെ വിവാഹ നിശ്ചയ ദിവസം അവിടെ സർപ്പക്കാവിൽ വെച്ച് നടന്നത് എന്തിന്റെ പരിഹാര പൂജയായിരുന്നു? കുടുംബത്തിന്റെ മേലുള്ള സർപ്പശാപത്തിന്റെ അല്ലേ? അകാല മരണം സംഭവിച്ച പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അവിടെ കർമ്മങ്ങൾ നടത്താറില്ലേ? സി മേഡം, അതൊക്കെ മുത്തശ്ശേരി ഡിപ്പാർട്ട്മെന്റാ. എനിക്ക് അത്തരം കാര്യങ്ങളും അറിയില്ല, അതിലൊന്നും വിശ്വാസവും. ഗാഥ, താനെങ്ങനെ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നവീനോടുള്ള സ്നേഹത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഗുഡ്. അപ്പം മോളൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് ഈ ബെഡിൽ നിന്ന് എണീറ്റ് പോരാൻ നോക്ക്. എന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ പോണ്ട നവീൻ, കുറച്ച് സമയം കൂടി എന്റെ അടുത്തിരിക്ക്. അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വരാം. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ എല്ലാരെയും വീട്ടിൽ പറഞ്ഞയച്ചിട്ട് ഞാൻ കൂടെ ഇരിക്കാം. സത്യാണോ? പിന്നെന്താ, അല്ലെങ്കിലും ഞാനല്ലേ കാത്തു സൂക്ഷിക്കേണ്ടത്. ഓക്കെ, എന്ന് ഞാൻ ഇറങ്ങട്ടെ. നവീന് വിശ്വാസമില്ലാന്ന് പറഞ്ഞത് കേട്ടില്ലേ? വിശ്വാസമില്ലാത്തവരെ ഒരു ശാപവും ബാധിക്കില്ല. ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികൾ അധികകാലം ജീവിക്കില്ല.